ഈശ്വരന്റെ കൃപയോടുകൂടി നടക്കുന്ന ഈ ചടങ്ങിന് ഇവിടെ ചേർന്ന എല്ലാവർക്കും ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവാൻ സാധിച്ച നമുക്ക് എല്ലാവർക്കും തന്നെ ഭാഗ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് വലിയ ഉദ്ദേശങ്ങളോടുകൂടി തുടങ്ങുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമ നിർത്താൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഭീതി ഉണ്ടാക്കുന്ന, നമുക്ക് എല്ലാവർക്കും തന്നെ വേവലാതി ഉണ്ടാക്കുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞു ആർട്ടിസ്റ്റുകളുടെ എല്ലാം പണം വാങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ സിനിമ പ്രശ്നമാകുന്നത്. അതിൻ്റെ ഒരു വശം. അല്ലെങ്കിൽ മറ്റതൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഞാൻ ശ്രീ രാകേഷ് പ്രൊഡ്യൂസറിനെ വിളിച്ച് ചോദിച്ചു, ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് ഡിഫൈൻ ചെയ്യണം. ആരാണ് ആർട്ടിസ്റ്റ്? നമ്മളെപ്പോലുള്ളവരെ ആർട്ടിസ്റ്റുകളായിട്ട് അവർ കാണുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാലും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഞങ്ങളുമൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ പണമോ ഒന്നും കിട്ടാറില്ല. അതിൽ സോഹനും പെടും, പെണ്ണും എല്ലാവരും പെടും, മറിയുടെയും പെടും. ഞങ്ങൾ ഒരുപാട് സ്ത്രീ അമോഘ കഥാപാത്രങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ ലാലി ആയാലും രനി ആയാലും ഷൈനി സാറായാലും ഞങ്ങളെല്ലാവരും വേറെ തൊഴിലും കൂടെ ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റുന്നത്. പലപ്പോഴും ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി അഭിനയത്തിന് പുറമെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വിളിച്ചിട്ട്, ചേട്ടാ പൈസ ഇടും, ചേട്ടാ വാങ്ങ കൊടുക്കാറായി, ചേട്ടാ ഇത് ആശുപത്രി പോകണം, ചേട്ടാ ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ വിചാരിക്കും ആരോടെങ്കിലും കടം ചോദിക്കുകയാണെന്നല്ല, നമ്മൾ ചെയ്ത ജോലിയുടെ പൈസ ചോദിക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ആ തരത്തിലാണ് ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് അപ്പോൾ ആരോ പറഞ്ഞ പോലെ പെണ്ണിനും ചെറുക്കനും ലിമോസിൻ അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കല്യാണത്തിന് വന്ന ബാക്കി ആർക്കും വണ്ടിയില്ല, നിങ്ങളെല്ലാവരും നടന്നു പോയിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നടി പെട്ടെന്ന് വലിയൊരു ഗായിക പാടാൻ വന്നു, അപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കൂടെ പാടുന്ന ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർ കൊണ്ട് പാടിയാൽ പോരെ എന്ന് ചോദിക്കുന്ന തരം വർത്തമാനങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പണം കൊടുക്കേണ്ടി വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് പണമില്ല. അപ്പോൾ അതിന് പുറമെ ആർട്ടിസ്റ്റുകളുടെ പണം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ പ്രായോഗികമായി സംഭവിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ പണം ഇനിയും താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വലിയ ആലോചന മുന്നോട്ട് വെക്കുന്ന ശ്രീ ജോയ് കെ മാത്യു. ഞാൻ അദ്ദേഹത്തിനെ പ്രഭാഷണം ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ഒരു നല്ല അധ്യാപകൻ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ. അദ്ദേഹം പോലൊരാളുണ്ടെങ്കിൽ പിള്ളേർ നാഷണൽ അല്ല എന്തും പഠിക്കും എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഒത്തിരി പഠിക്കാം, നമുക്ക് ഒന്നിക്കാം, നമുക്ക് എല്ലാം ജയിക്കാം, നമുക്ക് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ പറയുന്ന തരത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി ജീവിതം കൊണ്ട് തെളിയിച്ച പോലെ എനിക്കിത് ചെയ്യാൻ പറ്റും, ഇനി നിങ്ങളെയും ഞാൻ യാത്രയിൽ കൂടെ ചേർക്കുകയാണ് എന്ന് ഒരു അധ്യാപകൻ്റെ ഒരു ലീഡർഷിപ്പോടുകൂടി, ഒരു ദീർഘവീക്ഷണമുള്ള ഒരു വലിയ നേതാവിൻ്റെ ശബ്ദത്തോടെ ഉറച്ച കാൽവെപ്പോടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രതീക്ഷ തോന്നുവാണ്. നമുക്ക് രക്ഷയുണ്ടല്ലേ, ഓക്കെ നമുക്കും ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമല്ലേ എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണം. അദ്ദേഹം പറഞ്ഞു എന്തോ നല്ല സ്ത്രീയാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഏഞ്ചൽസ് ആൻഡ് ഡെവിൾസ് എന്നാണ് ഞാൻ ഉദ്ഘാടനം ചെയ്ത ടൈറ്റിലിൻ്റെ പേര്. ഞാൻ ആരെയും ഇന്ന് വരെ ഞാനടക്കം അങ്ങനെ ഒരു ഏഞ്ചലൊന്നും അങ്ങനെ ഒരു നല്ല വ്യക്തിത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരുടെയും ഉള്ളിൽ ഈ നന്മയും തിന്മയും ഒക്കെ ഉണ്ട്, ആണിലും ഉണ്ട് പെണ്ണിലും ഉണ്ട്. അങ്ങനെ ഒരു നന്മ മരം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊക്കെ അഭിനയിക്കാനും ഒക്കെ പറ്റുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ തലച്ചോറിൽ തന്നെ പുലിയുണ്ട്, പൂച്ചയും ഉണ്ട്, മുയലും ഉണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പാമ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കണ്ടെത്തിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല വ്യക്തിയെ വിളിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ അങ്ങേക്ക് വേണ്ട. ഞാനൊരു സാധാരണ സ്ത്രീയാണ് സിനിമയിൽ